വന്ദേമാതരം ആദ്യമായി അച്ചടിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 150 വർഷങ്ങൾ പിന്നിട്ടു. ബ്രിട്ടീഷ് ഭരണ ഇന്ത്യയിൽ ഒരിക്കൽ നിരോധിച്ച, ജയിലുകളിലും പ്രതിഷേധങ്ങളിലും ഹൃദയങ്ങളിലും പ്രതിധ്വനിച്ച നിലവിളിയായി മാറിയ വന്ദേമാതരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയത്തെ ഇപ്പോഴും നിർവചിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന ഇന്ത്യയിൽ വന്ദേമാതരം ചെറുത്തുനിൽപ്പിനേക്കാൾ ആഴമേറിയ ഒന്നായിരുന്നു. ഭൂമി പവിത്രമാണെന്നും അതിനെ സേവിക്കുക എന്നത് മതത്തിനോ ഭാഷയ്ക്കോ അതീതമായ കടമയാണെന്നുമുള്ള ഒരു വൈകാരികത ദശലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിപ്പിച്ചു. 1882 ബംഗാളി കവിയും നോവലിസ്റ്റുമായ ബങ്കിം ചന്ദ്ര തൻ്റെ പ്രശസ്ത നോവലായ ആനന്ദമഠം എന്ന കൃതിയിലാണ് വന്ദേമാതരം ആദ്യമായി ഉൾപ്പെടുത്തിയത്. ബംഗാളിയും സംസ്കൃതവും ചേർന്ന വന്ദേമാതരത്തിൻ്റെ വിവർത്തനം അമ്മേ ഞാൻ നിന്നെ വണങ്ങുന്നു എന്നാണ്. ഭാരതമാതാവിനോടുള്ള ആദരവാണ് വരികളിൽ. ഇന്ത്യയെ മക്കളാൽ ആരാധിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അമ്മയായി പ്രതിനിധീകരിക്കുന്നു. നോവലിനുള്ളിൽ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുന്ന സന്യാസിമാർ തങ്ങളുടെ മാതൃരാജ്യത്തോടുള്ള ഭക്തിയിൽ ഈ ഗാനം ആലപിക്കുന്നതാണ് പശ്ചാത്തലം. കവിതയുടെ ആകർഷണം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പത്രങ്ങൾ, ലഘുലേഖനങ്ങൾ, വാമൊഴി, ഗ്രാമഫോൺ റെക്കോർഡിങ്ങുകൾ വഴി ഇന്ത്യയിലുടനീളം വന്ദേമാതരം സഞ്ചരിച്ചു. 1896 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ പൊതുവേദിയിൽ ആദ്യമായി വന്ദേമാതരം ആലപിച്ചു. ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് വന്ദേമാതരം പരസ്യമായി പാടുന്നത് നിരോധിച്ചത് ഖ്യാതി വർദ്ധിപ്പിച്ചിരുന്നു. രഹസ്യയോഗങ്ങളിലും റാലികളിലും ജയിലുകളിലും സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച ഓരോ മനുഷ്യസിരകളിലേക്ക് വന്ദേമാതരം പടർന്നു. മാതങ്കിനി ഹസ്രയെ പോലുള്ള വിപ്ലവകാരികൾ മരിക്കുന്നതിന് മുൻപ് അവസാന വാക്കുകളായി വന്ദേമാതരം ഉരുവിട്ടു. ദേശഭക്തിക്കപ്പുറം അവസാന പ്രാർത്ഥനയുമാക്കി മാറ്റി. ഹിന്ദു ദേവതകളെക്കുറിച്ചുള്ള കവിതയിലെ പരാമർശങ്ങൾ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ഹിന്ദുക്കളല്ലാത്ത സമൂഹങ്ങളെ അത് അകറ്റി നിർത്തുമെന്ന് ഭയപ്പെട്ടു. 1937 മാതൃരാജ്യത്തിന്റെ ഭംഗി വിവരിക്കുന്ന ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രമേ ഔദ്യോഗിക പരിപാടികൾ ഉപയോഗിക്കാവൂ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയപ്പോൾ 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്ദേമാതരത്തെ ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് ഇടം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ ബഹുമാനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. 1.5 നൂറ്റാണ്ടിനിപ്പുറം ഒരു എഴുത്തുകാരന്റെ പേരിൽ നിന്ന് ജനിച്ച വരികൾ ഇന്ത്യൻ ജനഹൃദയങ്ങളിലേക്കുള്ള സ്വതന്ത്രയാത്ര തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.